ജമ്മു കാശ്മീരിൽ മഴ ശക്തമായി കഴിഞ്ഞ 2 ദിവസമായി തന്നെ തുടരുകയാണ്. രജൌരിയിലും പൂഞ്ചിലുമാണ് ഏറ്റവും കൂടുതൽ മഴക്കെടുതി ഉണ്ടായിരിക്കുന്നത്. നദി കരകവിഞ്ഞതിനെ തുടർന്ന് രജൌരിയിലെ ബസ് സ്റ്റാൻഡ് ഇപ്പോൾ വെള്ളത്തിനടിയിലാണുള്ളത്. 400ഓളം വാഹനങ്ങളാണ് ഒഴുകിപ്പോയതായി പറയുന്നത്. പൂഞ്ചിൽ 3 പേർക്കും രജൌരിയിൽ ഒരാൾക്കുമാണ് ജീവൻ നഷ്ടമായിട്ടുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ രക്ഷാപ്രവർത്തനത്തിനാണ് പ്രാധാന്യം നൽകുന്നതെന്ന് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രിയും അറിയിച്ചിട്ടുണ്ട്. അടുത്ത മണിക്കൂറുകളിലും ജമ്മു കാശ്മീരിൽ ശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ജമ്മു കാശ്മീരിൽ മാത്രമല്ല, ഹിമാലയത്തിന്റെ താഴെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലും മഴക്കെടുതി രൂക്ഷമായേക്കാമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഹിമാചൽ പ്രദേശിലെ ചിലയിടങ്ങളിൽ ഇന്ന് റെഡ് അലേർട്ടാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഡൽഹിയിൽ യെല്ലോ അലേർട്ടും നിലവിലുണ്ട്. എന്തായാലും ജമ്മു കാശ്മീരിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും സർക്കാർ ആരംഭിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ സഹായം ആവശ്യമെങ്കിൽ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ സേവനവും തേടാമെന്നാണ് കേന്ദ്ര സർക്കാർ ജമ്മു കാശ്മീർ സർക്കാരിനെ അറിയിച്ചിട്ടുള്ളത്. നിലവിലെ സാഹചര്യം അനുസരിച്ച് കൂടുതൽ ആളുകൾക്ക് ജീവഹാനി സംഭവിച്ചിട്ടില്ല എന്നാണ് ജമ്മു കാശ്മീർ ഭരണകൂടം പറയുന്നത്. അപകട സാധ്യതയുള്ളതിനാൽ തന്നെ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്ന് ആളുകളോട് മാറി താമസിക്കണമെന്ന് നേരത്തെ തന്നെ അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ക്യാമറാമാൻ ജിഷ്ണു ബാലകൃഷ്ണനൊപ്പം വിഷ്ണു പ്രസാദ്, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.